വാർത്തകൾ വിശദമായി നോക്കാം. ഇടുക്കി മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഇന്ന് പുലർച്ചെ പെയ്ത ശക്തമായ മഴയിലാണ് മൂന്നാർ ആറോം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന വഴിയോര കടകളുടെ മുകളിലേക്ക് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ദേവികുളം സബ് കളക്ടർ VM ആര്യ സന്ദർശനം നടത്തി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ് മൂന്നാറിൽ. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ടോ? എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? അതിര ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ടാണെങ്കിലും അതിശക്തമായ മഴയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഈ പുലർച്ചെ പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ ഈ ആറോ ജംഗ്ഷൻ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത്. വലിയ മരങ്ങളടക്കം കടപുഴകിയാണ് നിലം പതിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഒരു 2-3ഓളം കടകൾ തകർന്നിട്ടുണ്ട്. മുൻപും ഇത് രണ്ടാം തവണയാണ് ഇവിടെ വീണ്ടും ഇടിച്ചിലുണ്ടാകുന്നത്. മുൻപും ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും ഇവിടെ കനത്ത മഴയെ തുടർന്ന് ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. 3 കടകളോളം തകർന്നിരുന്നു. അന്ന് പഞ്ചായത്ത് അവർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. മഴ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ കടകൾ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശം പഞ്ചായത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കടകളൊന്നും തുറന്നു പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് ഇവിടെ സെക്ടറും അതോടൊപ്പം തന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എല്ലാം വിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ വലിയൊരു തിരക്കരപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഏതായാലും ഈ പഞ്ചായത്ത് മുൻപ് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് കർശന നിർദ്ദേശം നൽകിയിരുന്നു കടകൾ തുറക്കാൻ പാടില്ലെന്ന്. അത് കൃത്യമായി ഈ കടക്കാർ പാലിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നുണ്ടായ മണ്ണിടിച്ചിൽ പോലും ഇവിടെ കടകൾ അടഞ്ഞു കിടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായില്ല എന്ന ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വീണ്ടും ഇവിടെ ഇടിയാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം മഴ ശക്തമായി തുടരുന്നുണ്ട്. വീണ്ടും ഇടിഞ്ഞ ഭാഗത്ത് വലിയ മരങ്ങളടക്കം നിൽപ്പുണ്ട്. ഇതെല്ലാം തന്നെ റോഡിലേക്ക് വന്ന് പതിക്കാനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവികുളം സബ് കളക്ടർ ഇന്ന് രാവിലെ തന്നെ ഇവിടെ സ്ഥലം സന്ദർശനം നടത്തിയിരുന്നു. നടത്തിയ ശേഷം ഇവിടെ വഴിയോരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. കർശന നിർദ്ദേശം പോലീസും നൽകിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ഇവിടെ നിർത്താൻ പാടില്ലെന്നുള്ള ഒരു നിർദ്ദേശവും എല്ലാം തന്നെ നൽകിയതായി സബ് കളക്ടർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയും ഈ മഴ ശക്തമായി തുടരുവാണെങ്കിൽ ഈ മേഖലയിലൂടെയുള്ള ഗതാഗതവും നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിയെ കളയാനാവില്ല. ആതിര, ഇപ്പോഴും വഴിയരികിൽ കടകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? അവരെ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ബിനീഷ്? നിലവിൽ മുൻപ് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പഞ്ചായത്ത് കർശന നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ കടകൾ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശം ഈ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ വ്യാപാരികൾ കടകൾ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മൂന്നാറിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കടകളൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. ഇന്ന് രാവിലെ ഇടിച്ചിലുണ്ടായപ്പോൾ പോലും ഇവിടെയൊന്നും ആളുകൾ ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. ഏതായാലും കടകൾ തുറക്കാൻ പാടില്ലെന്നൊരു കർശന നിർദ്ദേശം തന്നെ വ്യാപാരികൾക്ക് പഞ്ചായത്തും ഭരണകൂടവും നൽകിയിട്ടുണ്ട്. ആദ്യം ശരി ബിനീഷ്, ഇടുക്കി മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഇന്ന് പുലർച്ചെ പെയ്ത ശക്തമായ മഴയിലാണ് മൂന്നാർ ആറോം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന വഴിയോര കടകളുടെ മുകളിലേക്ക് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ദേവികുളം സബ് കളക്ടർ VM ആര്യ സന്ദർശനം നടത്തി. പാലക്കാട് സ്കൂട്ടറിൽ നിന്ന് വീണ ബാലികയ്ക്ക് ദാരുണാന്ത്യം. അപകടം കൊഴിഞ്ഞാമ്പാറയിൽ. മരിച്ചത് 7 വയസ്സുകാരൻ.